നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ലേസർ സ്റ്റീൽ ഡോർസ് എന്നാണ്. നമ്മൾ ഈ സ്റ്റീൽ വിൻഡോസ് ഡോർസും ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മളത്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പടപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് പടപ്പറമ്പിൽ നിന്നും കൊളത്തൂര് പോകുന്ന റോഡിൽ ഒരു 1/2 കിലോമീറ്റർ വരുമ്പോൾ അൽഫാറൂഖ് സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഓഫീസ് ചെയ്യുന്നത്. എന്റെ പേര് അബിൻ ആണ്, ഞാൻ ഇതിന്റെ ഒരു പാർട്ണറാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് നോർമലി വെച്ചാൽ നമ്മൾ സ്റ്റീൽ വിൻഡോസ് കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യാണ് ചെയ്യുന്നത്. അത് സ്റ്റീലിന്റെ വിൻഡോസ് കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്യുന്നത് ടാറ്റന്റെ 1.5 mm 16 kg നമ്മൾ ചെയ്യുന്നത്. അത് നമ്മളിപ്പോ വെച്ചാല് മെയിൻ ആയിട്ട് ചെയ്യാന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി 1.5 mm മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. മാർക്കറ്റിൽ ഇപ്പം ഒരുപാട് ഷീറ്റുകളും ഒരുപാട് ടൈപ്പ് സാധനങ്ങളും മെറ്റീരിയലുകളും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ പലരും പല ചീപ്പ് റേറ്റിനും അതേപോലെ തന്നെ പല പല റേറ്റിലാണ് പല ആൾക്കാർ സാധനങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വെച്ചാല് ബെസ്റ്റ് ക്വാളിറ്റിയിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് എന്നുള്ള നിലയിലാണ് നമ്മൾ കസ്റ്റമറിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ വിൻഡോസ് വരുന്നത് 90% ലോക്കിംഗ് ആണ്. അതേപോലെ ഈ പറഞ്ഞ വെൽഡിങ് കാര്യങ്ങളൊക്കെ വരുന്നത് ഹെൽപ്പിംഗ് വെൽഡിങ്ങും കാര്യങ്ങളാണ്, ലോക്കിംഗ് സിസ്റ്റം ആണ്. അതേപോലെ അതിന്റെ എല്ലാ സാധനങ്ങളും നമ്മൾ ഇഞ്ചസ് കാര്യങ്ങളൊക്കെ SS-ലാണ് ചെയ്യുന്നത്. പക്ഷെ എന്താ വെച്ചാൽ ഇത് ആരും ചെയ്യാത്ത വേറൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ എത്രത്തോളം ലോക്കിംഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അതിനൊരു ചെറിയൊരു പോർഷനുകൾ നമുക്ക് വെൽഡിങ് വരും. ഈ വെൽഡിങ് വരുന്ന ഭാഗത്ത് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ഈ ഗാൽവനൈസ്ഡ് കോട്ടിങ് പോവുകയും അതിന്റെ മുകളിൽ നമുക്ക് തുരുമ്പ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ഗാൽവനൈസ്ഡ് കോട്ടിങ് ഗ്രൈൻഡ് ചെയ്ത ഭാഗങ്ങളിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു സിംഗിൾ കോട്ടിങ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റസ്റ്റ് വരാതിരിക്കാനുള്ള നമ്മൾ 100% ആയിട്ട് കവർ ചെയ്തിട്ടാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ഈ ഒരു സംഭവം വേറൊരു കമ്പനിയിൽ ചെയ്യുന്നതായിട്ട് എന്നെ അറിയില്ല, അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ എന്നോ അറിയില്ല. നമ്മളാണ് ഇപ്പൊ നിലവിൽ ഈ ഒരു സംഭവം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് നമ്മളെ അതിന് വിശ്വസിച്ച് സാധനം എടുക്കാനും അതേപോലെ അതിൽ നിന്നുള്ള ക്വാളിറ്റി അവർക്ക് ഉറപ്പ് വരുത്താനും പറ്റും. അതേപോലെ കസ്റ്റമർ ആയിട്ടുള്ള റിലേഷൻ വെച്ചാൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മളെ ഓഫീസ് വിടുകയാണെങ്കിൽ നമ്മൾ ഓൾ കേരള, തമിഴ്നാട്, കർണാടക നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കസ്റ്റമറോടും നേരിട്ട് വന്ന് കാണുന്നില്ല, നമുക്ക് ഫോൺ ത്രൂ ആണ് പല കസ്റ്റമേഴ്സും കോൺടാക്ട് ചെയ്യാം. പക്ഷെ അവര് ചോദിക്കുന്ന എന്ത് ഡൗട്ട് ഇപ്പൊ നമ്മളെടുക്കുന്ന കൊട്ടേഷൻ എടുത്തതിനു ശേഷം നമുക്ക് ഓർഡർ തരാത്ത കസ്റ്റമർ ആണെങ്കിലും എന്ന കസ്റ്റമറാണ് എല്ലാവരും നമ്മൾ ഒരേപോലെയാണ് കാണുന്നത്. നമ്മളോടൊരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ വന്ന കസ്റ്റമർ ആണോ ചോദിച്ചത്, നമ്മൾ ഏത് കസ്റ്റമർക്കാണെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് സമയത്ത് വെച്ചാൽ നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കും. കാരണം സാധനം എടുക്കുന്ന ഒരു കസ്റ്റമറെ പൈസ കൊടുത്ത് സാധനം എടുക്കുന്ന കസ്റ്റമർക്ക് അതിനെപ്പറ്റി അറിയാനുള്ള ഒരു അവകാശം ഉണ്ട്. അത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ കസ്റ്റമർ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവുന്നതാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ കേരളം ഫുള്ളും അതേപോലെ കർണാടക, തമിഴ്നാട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ചെറിയ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അല്ലാണ്ട് പാർസൽ സർവീസ് വഴി സാധനം എത്തിച്ചു കൊടുക്കുന്ന ഒരു ഓപ്ഷൻ കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഒരു 4 വർഷം 5 വർഷത്തിനിട്ട് ഈ ഒരു ഫീൽഡില് നമ്മളിത് തുടങ്ങിയിട്ട് പിന്നെ വർഷമായിട്ടില്ലെങ്കിലും ഞാൻ ഈ ഒരു ഫീൽഡിൽ 4 വർഷം. പക്ഷെ അന്ന് ഇതുവരെയുള്ള സിറ്റുവേഷൻ എന്ന് വെച്ചാല് നമ്മൾ ആദ്യം ഒക്കെ പക്ക എല്ലാവരും ടാറ്റ എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ പല കമ്പനികളിലും പല ക്വാളിറ്റി മെറ്റീരിയലാണ് പല ആളുകളും ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പണ്ടത്തെ ഇതിനേക്കാൾ ചീപ്പായിട്ട് വിൻഡോസുകൾ അവൈലബിൾ ആയി തുടങ്ങി. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് ഒരു കസ്റ്റമർ ക്വാളിറ്റി നോക്കിയിട്ട് എടുക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിലും അവർക്ക് നമ്മളെ ചൂസ് ചെയ്യാം. പക്ഷെ റേറ്റ് കുറവാണ് അവർ നോക്കുന്നത് വെച്ചാല് നമ്മൾ ഒരിക്കലും വില, കാരണം ഇതിനേക്കാൾ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ചീപ്പ് റേറ്റിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു ക്വാളിറ്റി വെച്ചിട്ടുള്ള ഏറ്റവും മിനിമം റേറ്റ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളെടുത്ത് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്ക് വാല്യൂ ഫോർ മണി ആയിട്ടാണ് നമ്മൾ സർവീസ് കൊടുക്കുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ലൈഫ് ലോങ് വാറന്റി ഒക്കെയാണ് പറയുന്നത്. പക്ഷെ എന്തായാലും 30 വർഷത്തെ പ്രോപ്പർ വാറന്റി നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു നമുക്കിപ്പോ എന്തായാലും ഇത് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ സ്റ്റേജ്, വീടിന്റെ ഫൈനൽ സ്റ്റേജ് എത്തുമ്പോൾ എപ്പോക്സി ടച്ച് ചെയ്യാനും അതേപോലെ ജസ്റ്റ് ഒരു ഫുൾ കോട്ട് പെയിന്റ് എന്തായാലും ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിൽ മെയിൻ്റനൻസ് വരില്ല. അതൊരു ആദ്യം പറഞ്ഞു. കാരണം നമ്മൾ ചെയ്യുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ സർവീസിന്റെ പ്രശ്നം വരില്ല. പക്ഷെ അതിന് പകരം റേറ്റ് കുറവ് നോക്കിയിട്ട് നമ്മൾ ഈ ലോക്കൽ മെറ്റീരിയൽ എടുക്കുമ്പോൾ ഇപ്പൊ നമുക്കത് ലാഭമാണെങ്കിലും പക്ഷെ ഭാവിയിലേക്ക് നമുക്ക് അതിനെ കൊണ്ട് ഒരുപാട് ചെലവ് കൂടുതലാണ് ചെയ്യാം. അപ്പൊ ഇപ്പൊ 1000 രൂപ ലാഭം നോക്കിയിട്ട് പിന്നത്തേക്ക് അത് 10,000 രൂപ നമുക്ക് നഷ്ടം വരുന്ന രീതിയിലാണ് വരിക. അപ്പൊ നമ്മൾ എല്ലാ കസ്റ്റമറോടും പറയുന്നത്, ഇപ്പൊ നമ്മുടെ അടുത്തൊരു കസ്റ്റമർ കൊട്ടേഷൻ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ആ കസ്റ്റമറോട് പറയുന്ന കാര്യമാണ്, അതായത് നിങ്ങൾ സാധനം എടുക്കുമ്പോൾ എവിടെ നിന്നാണെങ്കിലും അവിടെ പോയിട്ട് ആ ക്വാളിറ്റി നിങ്ങളെ അഷ്വർ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ സാധനം പർച്ചേസ് ചെയ്തു, പിന്നെ അതിനുശേഷം കൊണ്ടുവന്നു ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം അത് ഓൾറെഡി നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്കത് ഇളക്കി എടുക്കുക അല്ലെങ്കിൽ പിന്നെ റീസെറ്റ് ചെയ്യാൻ പറയുന്നത് ഒരുപാട് എക്സ്പെൻസ് വരും. അപ്പൊ നമ്മളെടുത്തൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ വരുന്ന കസ്റ്റമറിന് 10 സ്ഥലത്ത് നിന്നെങ്കിലും കൊട്ടേഷൻ എടുത്തിട്ടുണ്ടോ. അപ്പൊ നമ്മൾ അവരോട് പറയുന്നതാ, നമ്മളെടുത്തുന്ന എടുക്കാനും ഏത്
ഡീലർമാരെടുത്ത് അല്ലെങ്കിൽ ഏത് ബിസിനസ് ചെയ്ത ആളെടുത്ത് എടുത്താലും അതിന്റെ ക്വാളിറ്റി നിങ്ങൾ ഉറപ്പുവരുത്തണം എന്നുള്ളത് നമ്മൾ കസ്റ്റമറോട് പറയും. അതേപോലെ നമ്മളിപ്പോ ശരി ചില കമ്പനികളിലൊക്കെ കേൾക്കാം ഈ പ്രൊഡക്ഷൻ യൂണിറ്റ് കാണാൻ പറ്റത്തില്ല, അങ്ങനെ വരാൻ പറ്റത്തില്ല എന്നൊക്കെ. നമുക്ക് ആ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഏത് സമയത്തും ഇവിടെ വരാം, കാണാൻ, പരിശോധിക്കാൻ, ചെക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ സൈഡിലേക്ക് നമ്മളെടുത്ത് കൊണ്ടുവരുന്ന ലോഡ് നിങ്ങൾ ഒരു ഡെലിവറി ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് അവിടെ എത്തിയതിനു ശേഷം നിങ്ങൾക്ക് അവിടുന്ന് തന്നെ അതിന്റെ എല്ലാ ഈ നമ്മൾ പറഞ്ഞ മെറ്റീരിയൽ അല്ലാണ്ട് വേറെ എന്തെങ്കിലും മെറ്റീരിയൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെ പറഞ്ഞല്ലാത്തൊരു സാധനം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം കംപ്ലീറ്റ് റിട്ടേൺ ചെയ്യും. ഒരു പ്രശ്നമില്ല. അതിന്റെ പേയ്മെന്റ് കംപ്ലീറ്റ് നമ്മൾ റീഫണ്ട് ചെയ്യും. കാരണം നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മൾ പറയുന്ന മെറ്റീരിയലേ നമ്മൾ ചെയ്യുന്നുള്ളൂ, ചെയ്യുന്നതേ നമ്മൾ പറയുള്ളൂ. അതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അത് നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനോട് പറയുന്നതുമാണ്. ഒന്നാമത്തേന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സാണ്. കാരണം അവരുടെ സപ്പോർട്ടും പിന്നെ അവരുമായിട്ടുള്ള നമ്മളെ ഇന്ററാക്ഷൻസും അതായത് നമുക്കിപ്പോ നമ്മളെ മെയിൻ കോളേജ് വെച്ചിട്ട് നമുക്കിപ്പോ ഒരു കസ്റ്റമർ വെച്ചാൽ ഒരാളൊരു വട്ടായിരിക്കും വീടുണ്ടാക്കാം. പക്ഷേ ആ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്ന സർവീസ് പ്രോപ്പർ ആണെങ്കിൽ അവരുടെ കെയർ ഓഫിൽ അല്ലെങ്കിൽ അവരുടെ ബന്ധത്തിലോ പരിചയത്തിലോ ആര് വീടുണ്ടാക്കിയാലും അവര് നമ്മളെ റെസ്റ്റ് ചെയ്യും. കാരണം നമ്മൾ കൊടുക്കുന്ന സർവീസ് അത്രയും പ്രോപ്പറാണ്. അത് നമ്മളിപ്പോ പല ദിവസമായിരുന്നു നമുക്കിപ്പോ ഇവിടാന്ന് മാത്രമല്ല കർണാടകയിൽ തമിഴ്നാട് വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഓൾറെഡി കൊടക്, അതേപോലെ മധുരൈ, കോയമ്പത്തൂര്, അതേപോലെ മൈസൂര്, ഇങ്ങനെ പറഞ്ഞ എല്ലാ സ്ഥലത്തും നമ്മൾ ഡെലിവറി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് കസ്റ്റമർ ഇവിടെ വന്ന് കണ്ടതല്ല. അവരുമായിട്ട് നമ്മൾ ഫോണിലുള്ള സംഭാഷണങ്ങൾ അവർ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടും അവർക്ക് നമ്മൾ പ്രോപ്പർ സർവീസും പ്രോപ്പർ റിപ്ലൈ കൊടുക്കുന്നതാണ് നമുക്ക് ഇത്രയും ഇതിലേക്ക് എത്താൻ പറ്റും. കസ്റ്റമേഴ്സാണ് നമുക്ക് മെയിൻ ഇമ്പോർട്ടന്റ് ഈ ഒരു ഇതിലെത്താനുള്ള ഒരു കാരണം. അതെ, അത് ആദ്യത്തെ സംഭവിച്ചാല് നമ്മൾ ഈ ഫീൽഡിൽ ആദ്യം തുടങ്ങിയ സമയത്തൊക്കെ വെച്ചാല് നമുക്ക് നോർമൽ എല്ലാവരും ഒരു സാധാ വീട് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ എല്ലാവരും വീടുണ്ടാക്കുള്ളൂ. പക്ഷെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം അതേപോലെ സോഷ്യൽ മീഡിയാസിലേക്ക് ആൾക്കാരുകൾ കൂടുതൽ ഇൻക്ലൂഡ് ആയി തുടങ്ങിയതിനു ശേഷം പല മോഡൽസും അവർക്ക് ഇപ്പൊ കൂടാതെ ഫീച്ചേഴ്സ് വെച്ചിട്ട് പല മോഡലിലും പല രീതിയിലുള്ള പ്ലാൻ അല്ലെങ്കിൽ മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അത് കണ്ടിട്ട് ആളുകൾ വീടുണ്ടാക്കും. അതിന്റെ വിൻഡോസ് പലതും പല സൈസും ആയിരിക്കും, പല മോഡലായിരിക്കും. അതെല്ലാം നമ്മൾ കസ്റ്റമൈസബിൾ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. കാരണം വെച്ചാൽ നമ്മൾ അന്നൊരു സ്റ്റാൻഡേർഡ് സൈസിൽ തുടങ്ങിയത് അതേപോലെ നിന്നിരുന്നെങ്കിൽ ഈ ഒരു ഇതിലേക്ക് എത്തില്ലായിരുന്നു. പക്ഷെ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് ആ രീതിയിലേക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. അവർ തരുന്നൊരു ജോയിനറി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവർ തരുന്നൊരു ഡ്രോയിങ്, അതിന്റെ ഒരു മെഷർമെന്റ് അത് വെച്ചിട്ട് നമ്മൾ കസ്റ്റമർക്ക് എന്താണോ എങ്ങനെയാണോ ഏത് രീതിയിലാണോ വേണ്ടത് അത് കസ്റ്റമറെ മനസ്സിലാക്കിയിട്ട് അവരെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കും. അത് വെച്ചാൽ നമ്മളെ എടുത്തു വരേണ്ട വേറൊരു കാര്യമാണ് അത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ വർക്കേഴ്സ് എന്ന് വെച്ചാൽ നമുക്കിവിടെ അവര് വർക്കേഴ്സ് നമ്മളെ ഓണേഴ്സ് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടില്ല. ഇവിടെ എല്ലാവരും ഒരേപോലെയാണ്. നമുക്ക് ഒരിക്കലും അവരങ്ങനെ നമ്മളെ പണിക്കാരാണെന്നുള്ളൊരു വേർതിരിവൊന്നും നമുക്കില്ല. അവരെന്താവശ്യത്തിനാണെങ്കിലും നമ്മൾ അവരെ കൂടെ നിൽക്കാറുണ്ട്. അതേപോലെ തന്നെ അവർ തിരിച്ചു ചെയ്യാറുണ്ട്. അതായത് നമുക്കിപ്പോ ഇവിടെ ഒരു അർജന്റായിട്ട് എന്തെങ്കിലും ഒരു ഓർഡർ വരികയോ അല്ലെങ്കിൽ വേറെ ലോഡിങ്ങോ എന്ത് പ്രശ്നമാണെങ്കിൽ പോലും നമ്മുടെ സ്റ്റാഫ് ഫുൾ ടൈം നമ്മളിവിടെ ആക്റ്റീവ് ആണ്. ഇപ്പൊ 24 hours വർക്ക് ചെയ്യാൻ പോലും അവർ തയ്യാറാണ്. പാർട്ട്നേഴ്സ് വെച്ചാൽ അതും ഇതേപോലെ തന്നെയാണ്. കാരണം നമുക്ക് ഒരിക്കലും ഇവിടെ ഈ ഒരാള് പാർട്ട്ണർ, ഒരാള് മാനേജർ അല്ലെങ്കിൽ പണിക്കാർ അങ്ങനത്തെ ഒരു വേർതിരിവ് നമ്മൾ ഇതുവരെ ഇവിടെ ആ രീതിയിൽ നമ്മൾ ആരെയും കണ്ടിട്ടില്ല. നമുക്കിവിടെ എല്ലാവരും ഒരേപോലെയാണ്. അപ്പൊ നമുക്കിവിടെ ഒരു കസ്റ്റമർ വന്നാൽ നമ്മൾ ആ കസ്റ്റമർ പണിക്കാരോ മുതലാളിമാരാണെങ്കിൽ എല്ലാവരും ഒരേ ഇതിൽ തന്നെ നമ്മൾ ഇതാക്കുള്ളൂ. കാരണം നമുക്ക് ഒരിക്കലും അവരങ്ങനെയാണ് എന്നുള്ളൊരു തോന്നലില്ല. എല്ലാവരും നമുക്ക് ഇവിടെ ഒരേപോലെയാണ്. ഇപ്പൊ പാർട്ട്നേഴ്സ് ആണെങ്കിൽ പോലും അവർക്ക് വേറെ പല വരകളില്ല. അവരിങ്ങനെ വിരലും ഇതാക്കലും കുറവാണെങ്കിൽ പോലും അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാലും ഇനിയിപ്പോ വന്നില്ലെങ്കിൽ ഒക്കെ ഉള്ള രീതിയിൽ ഒരു വിഷയമല്ലാതാണ്. കാരണം അവരും നമുക്ക് അത്ര സപ്പോർട്ടാണ്. നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഡോർസ് ആൻഡ് വിൻഡോസ് ആണ്. പിന്നെ നമ്മൾ അതേപോലെ നമ്മളെ ഈ കിച്ചണിലേക്ക് നമ്മൾ ഗ്യാസ് ഇപ്പൊ പുറത്ത് വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അതിന്റെ ഒരു സാധനം കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ ഡോർസ് എന്ന് വെച്ചാൽ തന്നെ നമ്മൾ തന്നെ ഓൺ മാനുഫാക്ചർ ചെയ്യുന്ന ഡോർസ് ആണ് കംപ്ലീറ്റ്. അത് സ്റ്റീലിന്റെ നമ്മളെ മാനുഫാക്ചറിംഗിൽ നമ്മൾ തന്നെ ചെയ്യുന്ന ഡോർസ് ആണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അതാകുമ്പോൾ ഈ ചൈന ഇമ്പോർട്ടറിനേക്കാളും നല്ല ക്വാളിറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ റിപ്പയറിംഗും കാര്യങ്ങളും എന്തെങ്കിലും വരില്ല എനിക്ക് സപ്പോസ് വരികയാണെങ്കിൽ പോലും നമുക്ക് തന്നെ വന്നിട്ട് ചെയ്യാനും മെയിൻ ആയിട്ട് ഡോർസും വിൻഡോസും തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ മെയിൻ എന്ന് വെച്ചാൽ നമ്മളെ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ ഇപ്പം ഒരു ദിവസം നമുക്കൊരു 10 ഡെലിവറിയാണ് പോകുന്നത് വെച്ചാൽ അതൊരു ദിവസം 25 ഡെലിവറിയിലേക്ക് എത്താം. അല്ലെങ്കിൽ അത്രയും ഒരു വലിയ രീതിയിൽ നമ്മുടെ കമ്പനി വളർത്തുക അല്ലെങ്കിൽ വളർന്നു വരിക എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത്. നമ്മൾ കമ്പനി വരുമ്പോഴും അതേ പോലെ നമ്മൾ കൂടുതലുള്ള ആൾക്കാർക്കും അതിനനുസരിച്ചുള്ളത് ചെയ്തിട്ടുണ്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ വുഡ് കളർ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വുഡ് ആണെന്നേ പറയുള്ളൂ. വുഡിന്റെ ഫീല് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ആ പെയിന്റിനോട് കൂടി വുഡിന്റെ ഫീല് കിട്ടും. അതിനേക്കാൾ ക്വാളിറ്റി ഉണ്ടാവും. കാലാവസ്ഥയുടെ മാറ്റം കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ചെതലരിക്കില്ല, അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് സ്റ്റീലിലേക്ക്. നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് വെച്ചാല് ഞാൻ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ നിന്ന്
മലപ്പുറം ജില്ലയിൽ പടപ്പറമ്പ് എന്നാണ് നമ്മുടെ സ്ഥലത്തിന് വരിക. അതായത് കോട്ടക്കൽ കോട്ടക്കൽ സൈഡിൽ വരുമ്പോൾ ഒരു 10 കിലോമീറ്റർ ആണ് ഉണ്ടാവുക. പെരിന്തൽമണ്ണ സൈഡിലും സെയിം ആണ് വരുന്നത്. അതേപോലെ പുലാമന്തോൾ ആ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഏകദേശം ആ ഒരു കിലോമീറ്ററിനുള്ളിലാണ്. അതായത് കറക്റ്റ് വരുന്നത് പടപ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന് കൊളത്തൂർ പോകുന്ന റോഡിന് ഒരു 1/2 കിലോമീറ്റർ വരുമ്പോൾ തന്നെ റോഡ് സൈഡിലായിട്ടാണ് നമ്മളെ ഓഫീസ് വരുന്നത്. അൽഫാറം സ്കൂൾ എന്ന് സ്കൂളിന് ഓപ്പോസിറ്റ് വരുന്നത്. ആ സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളെ ബിൽഡിംഗ് വരുന്നത്. നിങ്ങൾക്ക് തന്നെ വരുമ്പോൾ ഈ റോഡ് സൈഡിൽ കാണാറില്ല. റോഡ് സൈഡിലാണ് നമ്മുടെ ഓഫീസ്, ചെറിയ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളത്.